അധ്യായം 15 സൂറത്തുൽ ഹിജ്ർ മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 99. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം റാ. തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ. അലിഫ് ലാം റാ, അതിമഹത്തായ ഗ്രന്ഥത്തിലെയും സ്പഷ്ടമാക്കുന്ന ഖുർആനിലെയും വാക്യങ്ങളാണിവ. റബ്ബമാ യവദ്ദുൽ ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് സത്യനിഷേധികൾ പലപ്പോഴും ആശിച്ചു പോകുന്നതാണ്. ذرهم يأكلوا ويتمتعوا ويلههم الأمل فسوف يعلمون. അവരെ തങ്ങളുടെ വഴിക്ക് താങ്കളങ്ങ് വിട്ടേക്കുക, തിന്നുകയും സുഖിക്കുകയും വിശ്വസിക്കുന്നതിലും പശ്ചാത്തപിക്കുന്നതിലും നിന്ന് വ്യാമോഹങ്ങൾ മുടക്കുകയും ചെയ്തുകൊണ്ട് അവരെങ്ങനെ ജീവിച്ചുകൊള്ളട്ടെ, അവർ പിന്നീട് അറിഞ്ഞുകൊള്ളും. وما أهلكنا من قرية إلا ولها كتاب معلوم. നിശ്ചിതമായി എഴുതപ്പെട്ട ഒരവധിയുള്ള സ്ഥിതിക്കല്ലാതെ ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല. ما تسبق من أمة أجلها وما يستأخرون. യാതൊരു സമുദായവും തങ്ങളുടെ അവധി കവച്ചുവെച്ച് മുമ്പോട്ട് പോവുകയോ പിന്തി നിൽക്കുകയോ ചെയ്യുന്നതല്ല. وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون. അവർ പറഞ്ഞു, അല്ലയോ ഖുർആൻ ഇറക്കപ്പെട്ടതായി അവകാശപ്പെടുന്ന മനുഷ്യ, നീയൊരു ഭ്രാന്തൻ തന്നെയാണ്. لو ما تأتينا بالملائكة إن كنت من الصادقين. സത്യവാദികളിൽപ്പെട്ടവനാണെങ്കിൽ എന്തുകൊണ്ട് നീ ഞങ്ങളുടെ അടുക്കലേക്ക് മലക്കുകളെ സാക്ഷികളായി കൊണ്ടുവരുന്നില്ല? ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين. ന്യായമായ ആവശ്യാർത്ഥമല്ലാതെ നാം മലക്കുകളെ ഇറക്കാറില്ല. എന്നാൽ മലക്കുകളെ ഇറക്കിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അവസരം നൽകപ്പെടുന്നവരാകയില്ല. إنا نحن نزلنا الذكر وإنا له لحافظون. തീർച്ചയായും നാം തന്നെയാണ് ഈ ഉദ്ബോധനം ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. തീർച്ച ولقد أرسلنا من قبلك في شيع الأولين. തീർച്ചയായും താങ്കൾക്ക് മുമ്പ് പൂർവ്വ സമുദായങ്ങളിൽ പല പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്. وما يأتيهم من رسول إلا كانوا به يستهزئون. ഏതൊരു ദൂതൻ അവരുടെ അടുക്കൽ ചെല്ലുമ്പോഴും അവരദ്ദേഹത്തെ പരിഹസിക്കാതിരുന്നിട്ടില്ല. كذلك نسلكه في قلوب المجرمين. അപ്രകാരം അവരുടെ ഹൃദയങ്ങളിലേക്ക് സത്യനിഷേധം കടത്തിവിട്ടതുപോലെ ഈ കുറ്റവാളികളുടെ, മക്കാ മുശ്രിക്കുകളുടെ ഹൃദയങ്ങളിലേക്കും നാം അത് കടത്തിവിടും. لا يؤمنون به وقد خلت سنة الأولين. അവർ സത്യത്തിൽ വിശ്വസിക്കുകയില്ല, പൂർവ്വസമുദായങ്ങളുടെ നടപടിച്ചട്ടം കഴിഞ്ഞുപോയിട്ടുണ്ടല്ലോ. ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون. നാം അവർക്ക് ആകാശത്തുനിന്ന് ഒരു വാതിൽ തുറന്നുകൊടുക്കുകയും എന്നിട്ട് അവർ അതിൽ കയറുകയും ചെയ്തെന്നു വെക്കുക. لقالوا إنما سكرت أبصارنا بل نحن قوم مسحورون. എന്നാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾക്ക് കൺകെട്ട് ബാധിച്ചതാണ്, എന്നല്ല, ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ജനതയാകുന്നു. وَلَقَدْ جَعَلْنَا فِي السَّمَاءِ بُرُوجًا وَزَيَّنَّاهَا لِلنَّاظِرِينَ.
തീർച്ചയായും നാം ആകാശത്ത് ഭ്രമണപഥങ്ങൾ സ്ഥാപിക്കുകയും നോക്കുന്നവർക്കത് ഭംഗിയാക്കുകയും ചെയ്തിരിക്കുന്നു. وحفظناها من كل شيطان رجيم ആട്ടിയോടിപ്പിക്കപ്പെട്ട എല്ലാ പിശാചിൽ നിന്നും അതിനെ നാം സംരക്ഷിച്ചിട്ടുമുണ്ട്. إلا من استرق السمع فأتبعه شهاب مبين പക്ഷേ കട്ടുകേൾക്കാൻ ശ്രമിക്കുന്നവന് പ്രകാശിക്കുന്ന തീജ്വാല പിന്തുടരുന്നതാണ്. والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل شيء موزون നാം ഭൂമിയെ വിശാലമാക്കുകയും കനത്ത പർവ്വതങ്ങളിൽ സ്ഥാപിക്കുകയും എല്ലാ വസ്തുക്കളിൽ നിന്നും വ്യവസ്ഥിതമായ തോതിൽ അതിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. وَجَعَلْنَا لَكُمْ فِيهَا مَعَايِشَ وَمَن لَّسْتُمْ لَهُ بِرَازِقِينَ നിങ്ങളുടെയും നിങ്ങൾ ആഹാരം നൽകാത്ത ജീവജാലങ്ങളുടെയും ജീവിതത്തിനു വേണ്ട വിഭവങ്ങൾ അതിൽ നാം ഉണ്ടാക്കിയിട്ടുമുണ്ട്. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ وَمَا نُنَزِّلُهُ إِلَّا بِقَدَرٍ مَّعْلُومٍ ഏതൊരു വസ്തുവിന്റെയും ഭണ്ഡാരം നമ്മുടെ അടുക്കൽ മാത്രമാണുള്ളത്. ഒരു നിശ്ചിത തോതനുസരിച്ച് മാത്രമേ നാം അത് വിട്ടുകൊടുക്കുകയുള്ളൂ. وَأَرْسَلْنَا الرِّيَاحَ لَوَاقِحَ فَأَنزَلْنَا مِنَ السَّمَاءِ مَاءً فَأَسْقَيْنَاكُمُوهُ وَمَا أَنْتُمْ لَهُ بِخَازِنِينَ നാം ജലാംശങ്ങൾ വഹിച്ച നിലയ്ക്ക് കാറ്റുകളെ അയച്ചു. എന്നിട്ട് ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിച്ചു. അങ്ങനെ അത് നാം നിങ്ങൾക്ക് കുടിപ്പിച്ചു. നിങ്ങൾ ആ വെള്ളം സൂക്ഷിച്ചു വെച്ചവരല്ല. وَإِنَّا لَنَحْنُ نُحْيِي وَنُمِيتُ وَنَحْنُ الْوَارِثُونَ തീർച്ചയായും നാം തന്നെയാണ് ജീവിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്യുന്നത്. അവസാനം എല്ലാവരുടെയും സമ്പാദ്യങ്ങൾ വന്നെത്തുന്നതും നമ്മുടെ പക്കൽ തന്നെ. وَلَقَدْ عَلِمْنَا الْمُسْتَقْدِمِينَ مِنكُمْ وَلَقَدْ عَلِمْنَا الْمُسْتَأْخِرِينَ നിങ്ങളിൽ നിന്നുള്ള മുൻഗാമികളെയും പിന്നീട് വരാനിരിക്കുന്നവരെയും നാം അറിയുക തന്നെ ചെയ്തിരിക്കുന്നു. وَإِنَّ رَبَّكَ هُوَ يَحْشُرُهُمْ إِنَّهُ حَكِيمٌ عَلِيمٌ താങ്കളുടെ റബ്ബ് തന്നെ അവരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. തീർച്ച അവൻ മഹായുക്തിമാനും സർവജ്ഞനും തന്നെയാണ്. وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ صَلْصَالٍ مِّنْ حَمَإٍ مَسْنُونٍ തീർച്ചയായും മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മിനുസമുള്ള കറുത്ത കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. وَالْجَانَّ خَلَقْنَاهُ مِنْ قَبْلُ مِنْ نَارِ السَّمُومِ അതിനു മുമ്പ് തന്നെ ഇബ്ലീസിനെ രോമക്കുഴികളിൽ പ്രവേശിക്കുന്ന അതികഠിനമായ ചൂടുള്ള തീ കൊണ്ടും നാം സൃഷ്ടിച്ചു. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي خَالِقٌ بَشَرًا مِّن صَلْصَالٍ مِّنْ حَمَإٍ مَسْنُونٍ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മിനുസമുള്ള കറുത്ത കളിമണ്ണ് കൊണ്ട് ഒരു മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് താങ്കളുടെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. فَإِذَا سَوَّيْتُهُ وَنَفَخْتُ فِيهِ مِنْ رُوحِي فَقَعُوا لَهُ سَاجِدِينَ അങ്ങനെ അവനെ ഞാൻ പൂർണ്ണമായ വിധത്തിൽ രൂപപ്പെടുത്തുകയും എന്റെ ആത്മാവിനെ ഞാൻ അതിൽ നടത്തുകയും ചെയ്താൽ അപ്പോൾ ആ മനുഷ്യനെ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴുക എന്ന് ഞാൻ കൽപ്പിച്ചു. فَسَجَدَ الْمَلَائِكَةُ كُلُّهُمْ أَجْمَعُونَ അപ്പോൾ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. إِلَّا إِبْلِيسَ أَبَى أَن يَكُونَ مَعَ السَّاجِدِينَ ഇബ്ലീസ് ഒഴിഞ്ഞു നിന്നു. സുജൂദ് ചെയ്തവരുടെ കൂടെ ചേരുവാൻ അവൻ വിസമ്മതിച്ചു. قَالَ يَا إِبْلِيسُ مَا لَكَ أَلَّا تَكُونَ مَعَ السَّاجِدِينَ അല്ലാഹു ചോദിച്ചു,
ഓ ഇബ്ലീസ്, നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തവരോടൊപ്പം ചേർന്നില്ല? قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون. അവൻ പറഞ്ഞു, മുട്ടിയാൽ ശബ്ദിക്കുന്ന മിനുസമുള്ള കറുത്ത കളിമണ്ണുകൊണ്ട് നീ സൃഷ്ടിച്ച മനുഷ്യന് സുജൂദ് ചെയ്യുവാൻ ഞാൻ സന്നദ്ധനല്ല. قال فاخرج منها فإنك رجيم. അല്ലാഹു കൽപ്പിച്ചു, എന്നാൽ അവിടെ നിന്നു നീ പുറത്തു പോ, നീ ആട്ടപ്പെട്ടവൻ തന്നെയാണ്. وإن عليك اللعنة إلى يوم الدين. നിശ്ചയമായും പ്രതിഫലം നൽകുന്ന ദിവസം വരെ നിനക്ക് ശാപമുണ്ട്. قال رب فأنظرني إلى يوم يبعثون. ഇബ്ലീസ് അപേക്ഷിച്ചു, എന്റെ റബ്ബേ, എന്നാൽ മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നീട്ടിത്തരേണമേ. قال فإنك من المنظرين إلى يوم الوقت المعلوم. അല്ലാഹു അരുളി, എന്നാൽ ഒരു നിശ്ചിത കാലഘട്ടം വരെ നീ അവധി നീട്ടിക്കൊടുക്കപ്പെട്ടവരിൽപ്പെട്ടവനാണ്. قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين إلا عبادك منهم المخلصين. അവൻ പറഞ്ഞു, എന്റെ റബ്ബേ, എന്നെ നീ വഴിപിഴപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യർക്ക് ദോഷമായ പലതും ഞാൻ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതുവഴി നിശ്ചയമായും അവരെ മുഴുവനും ഞാൻ വഴിപിഴപ്പിച്ചു കളയുന്നതുമാണ്, നിന്റെ നിഷ്കളങ്ക ദാസരെ ഒഴികെ. قال هذا صراط علي مستقيم. അല്ലാഹു പറഞ്ഞു, എനിക്ക് സംരക്ഷണ ബാധ്യതയുള്ള നേർവഴി ഇത് നിഷ്കളങ്ക ദാസന്മാരായിരിക്കൽ ആകുന്നു. إن عبادي ليس لك عليهم سلطان إلا من اتبعك من الغاوين. എന്റെ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു അധികാരശക്തിയും ഉണ്ടാവുന്നതേയല്ല, എന്നാൽ വഴിതെറ്റിയവരായി നിന്നെ പിൻപറ്റിയവർ അങ്ങനെയായിരിക്കുകയില്ല. وإن جهنم لموعدهم أجمعين. അവർക്കെല്ലാവർക്കും വന്നുചേരാൻ നിശ്ചയിച്ച സ്ഥലം നരകം തന്നെയാണ്. لها 7 أبواب لكل باب منهم جزء مقسوم. അതിന് 7 വാതിലുകളുണ്ട്, ഓരോ വാതിലിനും പ്രവേശിക്കാൻ അവരിൽ ഓരോ വിഭാഗക്കാരുമുണ്ട്. إن المتقين في جنات وعيون. തീർച്ചയായും ഭക്തന്മാർ സ്വർഗങ്ങളിലും അരുവികൾക്കിടയിലുമാണ് ജീവിക്കുക. ادخلوها بسلام آمنين. സമാധാനപൂർവം നിർഭയരായി നിങ്ങളതിൽ പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും. ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين. അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്ന വിദ്വേഷവും പോരുമെല്ലാം നാം നിശേഷം ദൂരീകരിക്കും. അവർ സഹോദരന്മാരായി ചില മേൽത്തരം കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നതാണ്. لا يمسهم فيها نصب وما هم منها بمخرجين. അവിടെ അവർക്ക് യാതൊരു ക്ഷീണവും ബാധിക്കില്ല, അവിടെ നിന്ന് ഒരിക്കലും ബഹിഷ്കൃതരാവുകയുമില്ല അവർ. نبئ عبادي أني أنا الغفور الرحيم. നിശ്ചയമായും ഞാൻ തന്നെയാണ് വളരെയേറെ പൊറുക്കുന്നവനും പരമകാരുണികനുമെന്ന് എന്റെ അടിമകളെ താങ്കൾ അറിയിക്കുക. وأن عذابي هو العذاب الأليم. അപ്രകാരം തന്നെ എന്റെ ശിക്ഷ തന്നെയാണ് വേദനാജനകമായ ശിക്ഷ എന്നും അറിയിക്കുക. ونبئهم عن ضيف إبراهيم. ഇബ്രാഹിം നബിയുടെ അതിഥികളെക്കുറിച്ചും താങ്കൾ അവരെ അറിയിക്കുക. إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു ചെല്ലുകയും സലാം പറയുകയും ചെയ്ത സന്ദർഭം. അപ്പോൾ
അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഭയമുള്ളവരാകുന്നു. قالوا لا توجل إنا نبشرك بغلام عليم. അവർ പ്രതികരിച്ചു, താങ്കൾ ഭയപ്പെടേണ്ട, തീർച്ചയായും ജ്ഞാനസമ്പന്നനായ ഒരു ആൺകുട്ടിയെക്കുറിച്ച് താങ്കൾക്ക് ഞങ്ങളിതാ സന്തോഷവാർത്ത അറിയിക്കുന്നു. قال أبشرتموني على أن مسني الكبر فبم تبشرون. അത്ഭുതപൂർവം അദ്ദേഹം ചോദിച്ചു, എനിക്ക് വാർദ്ധക്യം ബാധിച്ചിട്ടും ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുകയാണോ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ശുഭവൃത്താന്തം അറിയിക്കുന്നത്? قالوا بشرناك بالحق فلا تكن من القانطين. അവർ മറുപടി നൽകി, ഞങ്ങൾ താങ്കളെ അനുമോദിക്കുന്നത് ഒരു യഥാർത്ഥ മാർഗത്തിൽ കൂടി തന്നെയാണ്, അതിനാൽ താങ്കൾ നിരാശരിൽപ്പെട്ടു പോകരുത്. قال ومن يقنط من رحمة ربه إلا الضالون. അദ്ദേഹം പറഞ്ഞു, വഴിപിഴച്ചു പോയവരല്ലാതെ മറ്റാരാണ് തങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശപ്പെടുക? قال فما خطبكم أيها المرسلون. അദ്ദേഹം ചോദിച്ചു, ഓ ദൂതന്മാരെ, എന്നാൽ പിന്നെ എന്താണ് നിങ്ങളുടെ വിശേഷം? قالوا إنا أرسلنا إلى قوم مجرمين. അവർ പ്രതികരിച്ചു, തീർച്ചയായും കുറ്റവാളികളായ ഒരു ജനതയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ. إلا آل لوط إنا لمنجوهم أجمعين. ലൂത്ത് നബിയുടെ കുടുംബം അതിൽപ്പെടുകയില്ല, അവരെ എല്ലാവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. إلا امرأته قدرنا إنها لمن الغابرين. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അവരിൽ ഉൾപ്പെടില്ല, അവൾ നശിച്ചു പോകുന്നവരിൽ പെട്ടവൾ തന്നെയാണെന്ന് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു. فلما جاء آل لوط المرسلون قال إنكم قوم منكرون. അങ്ങനെ ആ ദൂതന്മാർ ലൂത്ത് കുടുംബത്തിന്റെ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപരിചിതരാണല്ലോ. قالوا بل جئناك بما كانوا فيه يمترون. അവർ പറഞ്ഞു, അല്ല, ഏതൊരു ശിക്ഷയില്ലവർ താങ്കളുടെ ജനത സംശയിക്കുന്നുണ്ടോ, അതും കൊണ്ടാണ് ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത്. وأتيناك بالحق وإنا لصادقون. ഞങ്ങൾ യാഥാർത്ഥ്യവും കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്, ഞങ്ങൾ സത്യവാൻമാർ തന്നെയാണ്. فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون. അതുകൊണ്ട് താങ്കൾ രാവിന്റെ ഒരു ഘട്ടത്തിൽ കുടുംബത്തെയും കൂട്ടി ഇവിടെ നിന്നും പോവുക. താങ്കൾ അവരുടെ പിറകിലായിരിക്കണം. നിങ്ങൾ ആരും തന്നെ തിരിഞ്ഞു നോക്കരുത്. കൽപ്പിക്കപ്പെടുന്ന ഭാഗത്തു തന്നെ പോയിക്കൊള്ളുക. وقضينا إليه ذلك الأمر أن دابر هؤلاء مقطوع مصبحين. അക്കാര്യം നാം അദ്ദേഹത്തെ അറിയിച്ചു, അതായത് പ്രഭാതവേളയിൽ അവരെല്ലാം സമൂലം നശിപ്പിക്കപ്പെടുമെന്ന്. وجاء أهل المدينة يستبشرون. പട്ടണവാസികൾ ആഹ്ലാദഭരിതരായി വന്നു. قال إن هؤلاء ضيفي فلا تفضحون واتقوا الله ولا تخزون. തത്സമയം അവരോട് അദ്ദേഹം പറഞ്ഞു, ഇവർ എന്റെ അതിഥികളാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ വഷളാക്കരുത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ മാനം കെടുത്തരുത്. قالوا أولم ننهك عن العالمين. അവർ പറഞ്ഞു, ലോകരുമായി ബന്ധം പുലർത്തുന്നതിനെപ്പറ്റി നിന്നെ ഞങ്ങൾ നിരോധിച്ചിട്ടില്ലേ?
قال هؤلاء بناتي إن كنتم فاعلين. അദ്ദേഹം പറഞ്ഞു, കാമവികാര പരിഹാരത്തിന് നിങ്ങൾ വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഇതാ ഇവർ എന്റെ പുത്രിമാരാണ്. لعمرك إنهم لفي سكرتهم يعمهون. താങ്കളുടെ ജീവൻ തന്നെയാണ് സത്യം, തങ്ങളുടെ ലഹരിയിൽ അവർ അന്ധതയോടെ വിഹരിച്ചുകൊണ്ടിരിക്കുക തന്നെയാകുന്നു. فأخذتهم الصيحة مشرقين. അങ്ങനെ സൂര്യൻ ഉദിച്ച സമയത്ത് ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. فجعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل. എന്നിട്ട് നാം ആ നാട് കീഴ്മേലായി മറിക്കുകയും ചുട്ടുപഴുപ്പിച്ച കളിമണ്ണിന്റെ കല്ലുകൊണ്ടുള്ള ഒരു മഴ അവരുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്തു. إن في ذلك لآيات للمتوسمين. യാഥാർത്ഥ്യം ചിന്തിച്ചു ഗ്രഹിക്കുന്നവർക്ക് ഈ സംഭവങ്ങളിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ച. وإنها لبسبيل مقيم. ആ ദേശം ഗതാഗതം നിലനിന്നു വരുന്ന ഒരു പാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ആർക്കും അത് നോക്കിക്കാണാം. إن في ذلك لآية للمؤمنين. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. وإن كان أصحاب الأيكة لظالمين. തീർച്ചയായും ഐക്കത്തുകാർ അക്രമികളായിരുന്നു. فانتقمنا منهم وإنهما لبإمام مبين. അതിനാൽ നാം അവരെയും ശിക്ഷിച്ചു. ഈ രണ്ട് നാടുകളും തുറന്ന ഒരു പാതയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ولقد كذب أصحاب الحجر المرسلين. തീർച്ചയായും ഹിജ്റ ദേശക്കാർ നമ്മുടെ ദൂതന്മാരെ നിഷേധിച്ചു. وآتيناهم آياتنا فكانوا عنها معرضين. നാം അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകി, അപ്പോൾ അവർ അത് അവഗണിച്ചു പിന്തിരിഞ്ഞവരായി തീർന്നു. وكانوا ينحتون من الجبال بيوتا آمنين. അവർ പർവ്വതങ്ങൾ തുരന്ന് സമാധാന ചിത്തരായ വീടുകൾ നിർമ്മിച്ചിരുന്നു. فأخذتهم الصيحة مصبحين. എന്നിട്ടവരെ അക്രമം മൂലം ഒരു ഭയങ്കര നാദം പ്രഭാതത്തിൽ പിടികൂടി. فما أغنى عنهم ما كانوا يكسبون. അന്നേരം തങ്ങൾ ചെയ്തു വച്ചതൊന്നും തന്നെ അവർക്ക് പ്രയോജനം ചെയ്തില്ല. وما خلقنا السماوات والأرض وما بينهما إلا بالحق وإن الساعة لآتية فاصفح الصفح الجميل. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ള വസ്തുക്കളെയും യുക്തിപൂർവകമായി തന്നെയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. അതിനാൽ ഇപ്പോൾ ധിക്കാരികളോട് മാന്യമായ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യുക. إن ربك هو الخلاق العليم. എല്ലാം സൃഷ്ടിക്കുന്നവനും സർവജ്ഞനും താങ്കളുടെ റബ്ബ് തന്നെയാണ് നിശ്ചയം. ولقد آتيناك 7 من المثاني والقرآن العظيم. നിസ്കാരത്തിൽ ആവർത്തിച്ചോതുന്ന 7 നിശ്ചയമായും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. മഹത്തായ ഖുർആനെയും. لا تمدن عينيك إلى ما متعنا به أزواجا منهم ولا تحزن عليهم واخفض جناحك للمؤمنين. സത്യനിഷേധികളിൽ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ സുഖസൗകര്യങ്ങളുടെ നേരെ താങ്കൾ കണ്ണുയർത്തി നോക്കുകയോ അവരെക്കുറിച്ച് ദുഃഖിക്കുകയോ അരുത്. സത്യവിശ്വാസികളോട് വളരെ വിനയത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുക. وقل إني أنا النذير المبين.
ഞാൻ പരസ്യമായി താക്കീത് ചെയ്യുന്നവൻ തന്നെയാണ് എന്ന് താങ്കൾ അവരോട് പറയുക. كما أنزلنا على المقتسمين الذين جعلوا القرآن عضين. പങ്കുവെച്ചവർക്ക്, തങ്ങളുടെ വേദഗ്രന്ഥത്തെ കഷ്ണം കഷ്ണമാക്കി വെച്ചവർക്ക് നമ്മുടെ സന്ദേശം അയച്ചു കൊടുത്തതുപോലെ തന്നെ ആണ് ഈ കൂട്ടർക്ക് ഖുർആൻ അയച്ചു കൊടുത്തത് കൊണ്ടുണ്ടായ അനുഭവവും. فوربك لنسألنهم أجمعين عما كانوا يعملون. അതുകൊണ്ട് താങ്കളുടെ നാഥനെ തന്നെ സത്യം, അവരെല്ലാവരോടും തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെക്കുറിച്ച് നാം ചോദിക്കുക തന്നെ ചെയ്യും. فاصدع بما تؤمر وأعرض عن المشركين. അതിനാൽ താങ്കളോട് കൽപ്പിക്കപ്പെടുന്നത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊള്ളുക, ബഹുദൈവ വിശ്വാസികളെ അവഗണിക്കുക. إنا كفيناك المستهزئين. പരിഹസിക്കുന്നവരുടെ ദ്രോഹത്തിൽ നിന്ന് താങ്കളെ നാം രക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. الذين يجعلون مع الله إلها آخر فسوف يعلمون. അള്ളാഹുവിനോടുകൂടി വേറെ ഇലാഹിനെ സ്ഥാപിക്കുന്നവരാണവർ, എന്നാൽ തങ്ങളുടെ പ്രവർത്തനഫലം പിന്നീട് അറിയും. وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ. അവർ പറയുന്ന വാക്കുകൾ നിമിത്തം താങ്കളുടെ മനസ്സിന് ദുഃഖം ബാധിക്കുന്നുണ്ടെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. فَسَبِّحْ بِحَمْدِ رَبِّكَ وَكُن مِّنَ السَّاجِدِينَ. അതുകൊണ്ട് താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുക, നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടവനായി ഇരിക്കുകയും ചെയ്യുക. وَاعْبُدْ رَبَّكَ حَتَّى يَأْتِيَكَ الْيَقِينُ. മരണം വരുന്നതുവരെ താങ്കളുടെ രക്ഷിതാവിനെ ആരാധിക്കുക.